പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 4.1 ആംപ്ലിഫയർ ആണ്. ആക്ച്വലി ഇത് റീവർക്ക് ചെയ്തിട്ടുള്ളൊരു 4.1 ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇത് ആദ്യമേ 4.1 ആയിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ രണ്ട് ബോർഡ് ഓൾറെഡി ഉള്ളതായിരുന്നു. കസ്റ്റമർ തന്നെ ഈ ഒരു കുമാർ ഓഡീസിൻ്റെ ബോർഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ടും കൂടെ ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറക്റ്റ് കഥ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിക്കറൊക്കെ ചെയ്ത് ഒന്ന് ലുക്കൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആംപ്ലിഫയർ നേരത്തെ 4.1 ആയിരുന്നു തോന്നുന്നു, അതെല്ലാം മാറ്റി നമ്മളൊന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ പറയാം, ഈ ഒരു വർക്ക് ഞാനല്ല ചെയ്തത്, കൊല്ലത്തുള്ള പ്രശാന്ത് ബ്രോ ആണ് ചെയ്തത്. കാരണം നമുക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. പേഴ്സണലി കുറച്ച് തിരക്കായതുകൊണ്ട് നമുക്ക് വർക്കുകൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആംപ്ലിഫയറും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്ത ഈ ഒരു പവർ ആംപ്ലിഫയറും ചെയ്തത് കൊല്ലത്തുള്ള പ്രശാന്ത് ബ്രോ ആണ്. കാരണം നമ്മളിത് ആക്ച്വലി നമ്മൾ ചെയ്യാൻ വേണ്ടി എടുത്താണ്, പക്ഷേ പേഴ്സണലി നല്ല തിരക്കായി പോയിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് നമ്മൾ ചെയ്തതാണ് ഈ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ. ആക്ച്വലി 2.1 ആണ്, പക്ഷേ ഇപ്പോൾ സബ് ആഡ് ചെയ്തിട്ടില്ല. സ്റ്റീരിയോ തന്നെയാണ്, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഭാവിയിൽ സബ് ആഡ് ചെയ്യും. ഇപ്പോൾ തൽക്കാലത്തേക്ക് STK വെച്ചിട്ട് സ്റ്റീരിയോ ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഇതും ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ പവർ ആംപ്ലിഫയറിൻ്റെ വർക്കും ചെയ്തു. അപ്പോഴത്തേക്കും നല്ല ബിസി ആയിപ്പോയി. അതുകൊണ്ട് ഈ രണ്ട് വർക്കും നമ്മുടെ കൊല്ലത്തുള്ള പ്രശാന്ത് ബ്രോയ്ക്ക് കൊടുക്കുകയായിരുന്നു. മാത്രമല്ല ബോക്സിൻ്റെയൊക്കെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വർക്കും ആ വർക്കും കൊല്ലത്തുള്ള പുള്ളിക്ക് കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ള ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യാനായിട്ട് പ്രശാന്ത് ബ്രോയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതുപോലുള്ള കസ്റ്റമായിട്ടുള്ള ആംപ്ലിഫയറുകൾ അസംബ്ലി ചെയ്യാവുന്നതാണ്. അപ്പം പുള്ളിയുടെ വർക്കാണിത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ തന്നെ കുമാർ ഓഡീസിൻ്റെ ബോർഡ് എനിക്കൊന്ന് കസ്റ്റമർ ആഡ് ചെയ്തതാണ്, പക്ഷേ അവിടെ വർക്കിംഗ് അവിടെ പ്രോപ്പർ ആയിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് പവർ സപ്ലൈ സെക്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് പുള്ളി പവർ സപ്ലൈ സെക്ഷനൊക്കെ ആഡ് ചെയ്ത് 2 ക്ലാസ് ഡി ബോർഡുകളാണ്, സ്റ്റീരിയോ ക്ലാസ് ഡി ബോർഡുകൾ 4 ചാനലിന് വേണ്ടിയിട്ടും മോണോ ആയിട്ട് കുമാർ ഓഡീസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ നേരത്തുള്ള ആ ഒരു ലുക്കൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.